അലിമങ്കടയാണ്. നമ്മുടെ നല്ലൊരു അടിപൊളി പ്ലോട്ട് വിൽപ്പനക്ക് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന വീട് നേരെ ചാരി കേട്ടോ. ഇതാണ് ആ പ്ലോട്ടിലേക്കുള്ള മെയിൻ അങ്ങാടി കേട്ടോ. ഇത് മങ്കട അരിപ്ര കേട്ടോ. മങ്കട പാലകതടം കഴിഞ്ഞിട്ടുള്ള അരിപ്ര പെരിന്തൽമണ്ണയിലേക്ക് പോകുമ്പോൾ ഉള്ള പാലകതടം കഴിഞ്ഞിട്ടുള്ള അരിപ്രയാണ് കേട്ടോ. ഇതിലേക്ക് പോകാനുള്ള വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇടത്ത് സൈഡിലേക്കും മങ്കട ഭാഗത്ത് നിന്ന് വരുമ്പോൾ വലത്ത് സൈഡിലേക്കും ഇങ്ങനെ വരുമ്പോൾ ഈ വരുന്ന റോഡിന് നേരാണ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 200-250 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ കയറുന്ന ഈ പ്ലോട്ടിലേക്കുള്ള നേരെയുള്ള റോഡാണത്. നേരെ എങ്ങനെയാണ് വന്നാൽ മതി. നേരെ എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ളായിട്ട് പൂർണ്ണമായി നമ്മൾ ആ പ്ലോട്ട് ആദ്യം നിങ്ങൾക്ക് മൊത്തം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വിശദമായ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാം കേട്ടോ. 2 പ്ലോട്ടായിട്ടാണ്. മേലെ ഒരു 15.5 സെൻറ്റും താഴത്തൊരു 15.5 സെൻറ്റും, ഏകദേശം 31 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇത് ആ റോഡ് ഇങ്ങനെ താഴത്തേക്ക് ആ വീടിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ഇതാണ്. അലിമങ്കടയാണ്. നമ്മുടെ നല്ലൊരു അടിപൊളി പ്ലോട്ട് വിൽപ്പനക്ക് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന വീട് നേരെ ചാരി കേട്ടോ. ഇതാണ് ആ പ്ലോട്ടിലുള്ള അടിപൊളി നല്ല സൂപ്പറായിട്ടുള്ളൊരു ടോട്ടല് 31 സെൻറ്റ് സ്ഥലം, അതിൽ 15 സെൻറ്റ് സ്ഥലം ഇവിടെ കേട്ടോ. 15 ഒരു പ്ലോട്ടും 15 മറ്റൊരു പ്ലോട്ടാണ് കേട്ടോ. ഇതുള്ളത് മങ്കട മഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ പാലകതടത്തിൽ നിന്നുള്ള ഫസ്റ്റ് വരുന്ന അരിപ്രന്ന് നേരെ ഇങ്ങോട്ട് പെരിന്തൽമണ്ണ നിന്ന് വരികയാണെങ്കിൽ ഇടത്ത് സൈഡെടുക്കും, മങ്കട നിന്ന് വരികയാണെങ്കിൽ വലത്ത് സൈഡെടുക്കുള്ള റോഡിന് നേരെ വരികയാണെങ്കിൽ ഈ കാണുന്ന തിരിയണ റോഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു 300 മീറ്ററിന് താഴെ 250-300 മീറ്ററിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഈ കാണുന്ന മണ്ണൊക്കെ നിന്ന് എടുക്കും കേട്ടോ. ഈ മണ്ണും കാര്യങ്ങളൊക്കെ എടുക്കും. അതേപോലെ തന്നെ താഴത്തുള്ള ഈ പ്ലോട്ടാണ് നെക്സ്റ്റ് പ്ലോട്ടാക്കിയിട്ടുള്ളത്. 2 പ്ലോട്ടാക്കിയിട്ടാണ്. അവിടുന്ന് അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് പ്ലോട്ട് ആ താഴത്താണ് വരിക. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്ലോട്ട് വരിക. ഓക്കെ, ഇതിനുമായി വിശദമായി നമുക്ക് ഒരു ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് താഴെ ചെന്നിട്ട് ഞാൻ കാണിച്ചു. അരിട്ടൊന്ന് വരുന്ന റോഡാണ്. ആ റോഡ് വന്ന് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് പെരുന്നാളിന്ന് വരുമ്പോൾ ഇനി മാങ്കാടുന്ന് വരും വലത്ത് സൈഡിലുള്ള ഒരു കോൺക്രീറ്റ് റോഡ് ഉണ്ട്. ആ റോഡ് നേരെ കയറി കഴിഞ്ഞാൽ ഒരു 300 മീറ്ററിൻ്റെ ഉള്ളിലാണ് ഒരു വീട്. എൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട് കേട്ടോ. അവരെ പഴയ വീട് അത് പൊളിച്ചിട്ട് ആ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി ചോദിക്കുന്നത് സെൻറ്റിന് 2.5 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിൾ ആണ്. പിന്നെ കുമാർജി ഇതിൻ്റെ വാറൊന്നും ഇങ്ങനെ കാണിച്ചു ചുമര് ഇതാണോ, നല്ല കോൺക്രീറ്റ് ചെയ്തിട്ട് നല്ല കമ്പിയൊക്കെ ഇട്ട് നല്ല കോൺക്രീറ്റ് ചെയ്ത വാളാണ് കേട്ടോ. അത്യാവശ്യം നല്ല കണ്ടോ, കല്ലൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയെടുത്ത്. കുമാർജി അതേമാതിരി അവിടുത്തെ കരിങ്കല്ലാണ് കാണും. ഈ കരിങ്കല്ലും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പോകും കേട്ടോ. അതേപോലെ തന്നെ ഈ മണ്ണും വെട്ടലൊക്കെ അതൊക്കെ ഇവിടെ ഈ പണി നടക്കുന്നതുകൊണ്ട് ഈ വീട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിൽ ഇറക്കിയിട്ടാണ് കേട്ടോ. അപ്പം നിരന്ന ഈ ഒരു 15 അടി മേലത്തൊരു 15 അടി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പാർട്ടി ചോദിക്കുന്നത് സെൻറ്റിന് 2.5 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മറ്റൊന്നും കൂടി ഇതിനകത്തുണ്ട്, ഇതിൻ്റെ ആ കിണറും കാര്യങ്ങളും. കുമാർജി ആ കിണറൊന്ന് കാണിച്ചേ പോട്ടെ. തൊട്ടടുത്ത പ്ലോട്ടിലൊരു കിണറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല വെള്ളമുള്ള കിണറുണ്ട്. ഇവർക്ക് വെള്ളമുണ്ട്, കാര്യങ്ങളുണ്ട്. ഈ വീടിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം ഉപയോഗിക്കുന്നത് ഈ കിണറുണ്ട്. അതേമാതിരി തന്നെ ഈ ഒരു സൈഡ് ഇങ്ങനെ കെട്ടി കൊടുക്കും കേട്ടോ. നിലവിൽ ഇവിടെ അവർ കെട്ടാൻ വേണ്ടാണ്ട് ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് കെട്ടിയിട്ട് പോലെ ബൗണ്ടറി സെപ്പറേറ്റും ഇവരെ ബൗണ്ടറി സെപ്പറേറ്റ് ആയിട്ട് 2 സ്ഥലം സെപ്പറേറ്റ് ആയി തിരിക്കും കേട്ടോ. പിന്നെ അവർക്ക് അതിലെ റോഡുണ്ട്, ഇവർക്ക് ഇതിൽ റോഡുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല നിരന്ന പ്ലോട്ടാണ് ഇത്. നിങ്ങൾക്ക് വീടിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പറ്റും. ഇവിടെ ടൗണല്ലേ, ടൗണിനോട് ബന്ധപ്പെട്ടിട്ട് എന്താവശ്യങ്ങൾക്കും പറ്റും. അപ്പോൾ ആവശ്യക്കാരാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ, എൻ്റെ നമ്പർ 97 45 60 46 55. കുമാർജിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. 90 48 25 65 23 കേട്ടോ. ഓക്കെ, കുമാർജി എന്തെങ്കിലും ഇതിനെ പറ്റി ഇനി പറയാനുണ്ടോ? നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നിരത്തിയിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അലി പറഞ്ഞ പോലെ തന്നെ ആ മണ്ണ് കാര്യങ്ങൾ ഈ കല്ലുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനാണ്. പിന്നെ ഒന്നാമത് നമ്മുടെ മതിൽ അത്യാവശ്യം നല്ല കോൺക്രീറ്റ് മതിൽ, പിന്നെ പാറ കട്ടി തരുന്നത് ഒരിക്കൽ പോലും പൊളിയാൻ സാധ്യത വളരെ കുറവുള്ള, പൊളിയില്ല, അത്രയും സ്ട്രോങ് ആയിട്ടാണ് കെട്ടിയിട്ടുള്ളത്. അതിൽ താൽക്കാലിക കെട്ടല്ല, സ്ഥിരമായിട്ട് അവർക്ക് ഓരോ ബിസിനസ് കാര്യങ്ങൾക്കായിട്ട് കെട്ടിയിട്ടുള്ളതാണ്. എന്തായാലും ആവശ്യക്കാരെ ബന്ധപ്പെടുക. വളരെ മങ്കടയിൽ നിന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച് എത്താവുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ കോൺക്രീറ്റ് റോഡൊക്കെ നല്ല കനത്തിൽ കെട്ടിയിട്ടുണ്ട്. ഒരിക്കലും പോലും പൊളിഞ്ഞു പോകാത്ത വർഷത്തോ മഴത്തോ ഒന്നും പോവാത്തൊരു രൂപത്തിലുള്ള നല്ല കോൺക്രീറ്റ്, പഞ്ചായത്തിന്റെ നല്ല കോൺക്രീറ്റ് റോഡാണ്. അതെ അതെ. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വല്ല മാഷന്മാർക്കും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ജോലിക്കാർക്കൊക്കെ ആൾക്കാർക്കൊക്കെ ജോലിക്ക് പോകാനും വരാനും ഒക്കെ സൗകര്യം
പിന്നെ ടൗൺ അല്ലേ, ടൗണിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഒരിക്കൽ കൂടി 97 45 60 46 55. കുമാരേട്ടൻ 90 48 25 65 23. ഒന്നൂറ് വരെ 90 48 25 65 23. അപ്പോൾ ഒരിക്കൽ കൂടി പറയണേ, പാർട്ടി ചോദിക്കുന്നത് സെന്റ് 2.5 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടോട്ടൽ 31 സെന്റ് സ്ഥലമാണുള്ളത്, 15.5. ഓക്കെ, താങ്ക് യു.